നമസ്കാരം. പ്രധാന വാർത്തകൾ. സ്വകാര്യ സ്വാശ്രയ സർവകലാശാല പ്രത്യേക മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തു. ഇനി ബില്ലായി നിയമസഭയിൽ അവതരിപ്പിക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിയന്ത്രണമുള്ള സർവകലാശാലയാകുമെന്നും മന്ത്രി ആർ ബിന്ദു. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU ജില്ലാ കിഴക്കൻ പടിഞ്ഞാറൻ മേഖലാ ജാഥ പര്യടനത്തിന് തുടക്കം. ജാഥ സംഘടിപ്പിച്ചത് കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥം. ജാഥയ്ക്ക് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം. കേരള NGO യൂണിയൻ പട്ടാമ്പി ഏരിയ 62ാം വാർഷിക സമ്മേളനം പട്ടാമ്പിയിൽ. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യം. പകുതി വില തട്ടിപ്പ് സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയും ഒതുക്കി തീർക്കാൻ മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ ഓഫീസ് ശ്രമിക്കുകയാണെന്ന് DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ. തട്ടിപ്പ് നടത്തിയവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നും ആരോപണം. ചിറ്റൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. പത്രിപ്പാല ടൗണിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണണമെന്ന് മുസ്ലിം ലീഗ്. ഇതിനായി ഉടൻ ബൈപ്പാസ് നിർമ്മിക്കണം. പദ്ധതി ഉടൻ പ്രാവർത്തികമാക്കിയില്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ. ആശാ വർക്കർമാരുടെ വേതനം കുറയുന്നതിന് കാരണം ജൂനിയർ പ്രൈമറി നഴ്സുമാരാണെന്ന CITU നേതാവ് ഇളമരം കരീമിന്റെ പ്രസ്താവന നഴ്സുമാരെയും സൂപ്പർവൈസർമാരെയും അവഹേളിക്കലാണെന്ന് കേരള ഗവൺമെന്റ് ജൂനിയർ ഹെൽത്ത് നഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് യൂണിയൻ. ഇളമരം കരീം പ്രസ്താവന പിൻവലിക്കുന്നതുവരെ ആശാവർക്കർമാരുടെ സേവന വേതന കാര്യങ്ങളിൽ നിസ്സഹകരണം തുടരുമെന്നും യൂണിയൻ നേതാക്കൾ. നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നത് ക്വാറി മാഫിയയും സർക്കാരും തമ്മിലുള്ള കൂട്ടുകെട്ടെന്ന് ലെൻസ്ഫെഡ്. നിർമ്മാണ മേഖലയെ സംരക്ഷിക്കുമെന്ന വാഗ്ദാനമായി തന്നെ നിലനിൽക്കുകയാണെന്നും ലെൻസ്ഫെഡ് നേതാക്കൾ. ഫെബ്രുവരി 20 നടക്കുന്ന കളക്ടറേറ്റ് മാർച്ച് വിജയിപ്പിക്കാൻ ഹോട്ടൽ ആൻഡ് കമേഴ്ഷ്യൽ എംപ്ലോയീസ് യൂണിയൻ CITU ജില്ലാ കൺവെൻഷൻ ആഹ്വാനം. 20,000 തൊഴിലാളികളെ യൂണിയനിൽ അംഗങ്ങളാക്കുവാനും തീരുമാനം. വാർത്തകൾ വിശദമായി. സ്വാശ്രയ സർവകലാശാല മന്ത്രിസഭ ചർച്ച ചെയ്തു. ഇനി ബില്ലായി നിയമസഭയിൽ അവതരിപ്പിക്കണം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നിയന്ത്രണമുള്ള സർവകലാശാലയാകും നിലവിൽ വരികയെന്നും മന്ത്രി ആർ ബിന്ദു തൃശൂരിൽ പറഞ്ഞു. ഇനി ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കും. നിയമസഭ അംഗീകരിച്ചതിന് ശേഷം സ്വകാര്യ സർവകലാശാലകൾ നിലവിൽ വരുന്നതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങൾ ആരംഭിക്കും. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നിയന്ത്രണമുള്ള സർവകലാശാലയാകും നിലവിൽ വരിക. കാലഘട്ടത്തിന് അനിവാര്യമായ തീരുമാനമാണ്. പൊതു സർവകലാശാലകളെ മാറ്റങ്ങളിലേക്ക് നയിക്കാവുന്ന തീരുമാനം. CPI എതിർത്തിട്ടില്ല. ഭേദഗതി വേണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഗവൺമെന്റിന് കൃത്യമായി നിരീക്ഷിക്കാനാകുന്ന സംവിധാനമാകും നടപ്പിലാക്കുക. ശ്യാം മേനോൻ കമ്മീഷൻ അടക്കം സ്വകാര്യ സർവകലാശാലയുടെ അനിവാര്യതയാണെന്ന് ഉറപ്പു പറയാനാകും. മൂർത്ത സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള മാർക്സിസ്റ്റ് തീരുമാനമാണ് ഇപ്പോഴത്തേത്. കാലത്തിനനുസരിച്ചുള്ള തീരുമാനമാണ് എടുക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ 80% സ്വകാര്യ സ്ഥാപനങ്ങളുണ്ട്. സംവരണ മാനദണ്ഡങ്ങളടക്കം ഉൾപ്പെടുത്തിയാകും ബിൽ അവതരിപ്പിക്കുക. CPMന്റെ നയപരമായ തീരുമാനം SFIയെ ബോധ്യപ്പെടുത്താനായിട്ടുണ്ട്. ഗവർണറുമായുള്ള കൂടിക്കാഴ്ച ഹൃദ്യവുമായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. കൂടിക്കാഴ്ചയിൽ പ്രതീക്ഷയുണ്ട്. പരിഗണനയിലുള്ള ബില്ലുകൾ സംബന്ധിച്ച് ഗവർണറോട് സംസാരിച്ചെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അതൊക്കെ SFIയെ ബോധ്യപ്പെടുത്താനൊക്കെ സാധിച്ചിട്ടുണ്ട്. ഇത് CPIMന്റെ പ്രഖ്യാപിത നിലപാടിൻ്റെ ഭാഗം തന്നെയാണ്. നിങ്ങൾ രാഷ്ട്രീയ പ്രമേയം വായിച്ചു നോക്കുക. CPIM ഇതപര്യന്തം എടുത്തിട്ടുള്ള എല്ലാ നിലപാടുകളിൽ നിന്നും വ്യത്യസ്തമായൊരു നിലപാടാണ് ഇത് എന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒന്നല്ല. ഗവർണറെ കൂടിക്കാഴ്ച നടത്തിയിരുന്നല്ലോ മന്ത്രിമാരെ. ഗവർണറുമായിട്ടുള്ള കൂടിക്കാഴ്ച വളരെ സ്വാഗതാർഹമായ നിലയിലാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. വളരെ സമാശ്വാസം പകരുന്ന ഒരു കൂടിക്കാഴ്ചയായിരുന്നു അത്. വളരെ ഹൃദ്യവും കോർഡിയലുമായിട്ടുള്ള ഒരു സ്വീകരണമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. അതുപോലെ സംസ്ഥാന യൂണിവേഴ്സിറ്റികളുടെ ഭരണവുമായി ബന്ധപ്പെട്ടും സംസ്ഥാന യൂണിവേഴ്സിറ്റികളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടും സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കുള്ള ജനാധിപത്യപരമായ അവകാശത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു വർത്തമാനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നുള്ളത് വളരെയധികം ആശ്വാസം പകരുന്ന ഒരു കാര്യമായിട്ടാണ് ഇപ്പോൾ അനുഭവപ്പെട്ടിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU ജില്ലാ പടിഞ്ഞാറൻ മേഖല ജാഥ പര്യടനം ആരംഭിച്ചു. സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥം നടത്തുന്ന ജാഥയ്ക്ക് പട്ടാമ്പിയിൽ സ്വീകരണം നൽകി. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജാഥ. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU ജില്ലാ പടിഞ്ഞാറൻ മേഖലാ ജാഥ പര്യടനമാണ് ആരംഭിച്ചിരിക്കുന്നത്. ജാഥയ്ക്ക് ചൊവ്വാഴ്ച രാവിലെ ബസ് സ്റ്റാൻഡ് നഗരിയിൽ സ്വീകരണം നൽകി. സ്വീകരണ യോഗത്തിൽ ജാഥ ക്യാപ്റ്റൻ S കൃഷ്ണദാസിന് ഹാരാർപ്പണം നടത്തി. തുടർന്ന് മറുപടി പ്രസംഗവും നടത്തി.
നമ്മുടെ രാജ്യത്ത് പണം സമ്പാദിക്കാൻ നിരവധിയായ മാർഗങ്ങളുണ്ട്. ചിലരെ പിടിച്ചുപറിക്കാരുണ്ട്, മാഫിയ സംഘത്തിൽ ഉൾപ്പെടുന്നവരുണ്ട്, കൊള്ളക്കാരാവാറുണ്ട്, തട്ടിപ്പ് നടത്തുന്നവരുണ്ട്. ഇങ്ങനെ വിവിധ മാർഗത്തിലൂടെ കാശ് സമ്പാദിക്കുന്നതിന് പകരം മാന്യമായ രീതിയിൽ തന്നെ ഒരു തൊഴിലെടുത്തുകൊണ്ട് മാന്യമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു സാക്ഷ്യമില്ലാത്ത ആളുകൾ വഴിയോരത്ത് കച്ചവടം ചെയ്ത് ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക എന്ന മുദ്രാവാക്യമുയർത്തി 19-നും 20-നും സംഘടിപ്പിക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ രാപ്പകൽ ധർണയുടെയും പ്രചരണാർത്ഥമാണ് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITUവിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിൽ ജാഥ നടത്തിവരുന്നത്. സ്വീകരണ യോഗത്തിൽ ടി കൃഷ്ണദാസ് അധ്യക്ഷനായി. വി അനിരുദ്ധൻ, മോഹനൻ, KV സന്തോഷ്, PK സന്തോഷ്, അബു സാലിഹ് എന്നിവർ സംസാരിച്ചു. പട്ടാമ്പിയിലെ സ്വീകരണത്തിന് ശേഷം ജാഥയ്ക്ക് ചെർപ്പളശ്ശേരി തുടങ്ങിയ ഭാഗങ്ങളിലും സ്വീകരണം നൽകി. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കിഴക്കൻ മേഖലാ വാഹന പ്രചരണ ജാഥ പര്യടനം തുടങ്ങി. പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച ജാഥ പര്യടനം CITU ജില്ലാ സെക്രട്ടറി M. ഹംസ ഉദ്ഘാടനം ചെയ്തു. ഉപജീവനത്തിനായി വഴിയോരത്ത് വിവിധ കച്ചവടങ്ങളും തൊഴിലും ചെയ്യുന്ന തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷണം ഉറപ്പാക്കുക, കയ്യേറ്റക്കാർ എന്ന പേരിൽ ഉദ്യോഗസ്ഥർ അന്യായമായി ഒഴിപ്പിക്കുന്ന നടപടി അവസാനിപ്പിക്കുക, ഗ്രാമപഞ്ചായത്തുകളിൽ വഴിയോര കച്ചവട തൊഴിലാളി നിയമം നടപ്പിലാക്കുക, ചെറുകിട വ്യാപാര മേഖലയെ തകർക്കുന്ന കേന്ദ്ര നിയമം ഒഴിവാക്കുക, തെരുവുകളിൽ അശാന്തി പടർത്തുന്ന വർഗീയവാദികളെ ഒറ്റപ്പെടുത്തുക എന്നീ മുദ്രാവാക്യമുയർത്തിയാണ് സംസ്ഥാന വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ CITU ജാഥ സംഘടിപ്പിക്കുന്നത്. ഫെബ്രുവരി 19, 20 തീയതികളിൽ സംഘടിപ്പിക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചും രാപ്പകൽ ധർണയുടെയും പ്രചരണത്തിന്റെ ഭാഗമായി VKTUവിന്റെ നേതൃത്വത്തിലാണ് വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത്. CITU ജില്ലാ കമ്മിറ്റി അംഗം സമീർ ഖാൻ അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റനും വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറിയുമായ V. സുരേഷ്, CITU സംസ്ഥാന കമ്മിറ്റി അംഗം TK നൌഷാദ്, ജാഥ അംഗങ്ങളായ K. രാധാകൃഷ്ണൻ, T. സിദ്ധാർത്ഥൻ, അഡ്വക്കേറ്റ് ജിഞ്ചു ജോസ്, CITU ഡിവിഷൻ പ്രസിഡന്റ് PG രാമദാസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. പകുതി വില തട്ടിപ്പ് സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയും ഒതുക്കിത്തീർക്കാൻ മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ ഓഫീസ് ശ്രമിക്കുകയാണെന്ന് DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ. തട്ടിപ്പ് നടത്തിയവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നും ആരോപണം. കോൺഗ്രസ് ചിറ്റൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുമേഷ് അച്യുതൻ. പകുതി വിലയ്ക്ക് വാഹനം നൽകാമെന്ന് പറഞ്ഞ് പണം വാങ്ങിയ പാവപ്പെട്ടവരെ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയും പരാതി ഒതുക്കി തീർക്കാൻ മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ശ്രമം നടക്കുന്നതായും സുമേഷ് അച്യുതൻ പറഞ്ഞു. തട്ടിപ്പ് നടത്തിയവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് ചിറ്റൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മന്ത്രി K. കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ചിൽ നേരിയ സംഘർഷമുണ്ടായി. സംസ്ഥാനത്താകെ ഇതുവരെ ലഭിച്ച പരാതികൾ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടും മന്ത്രിയുടെ പാർട്ടിയിൽപ്പെട്ട പഞ്ചായത്ത് അംഗത്തിനെതിരെയുള്ള കേസ് കൈമാറാത്തത് മന്ത്രിയുടെ ഇടപെടലിന്റെ ഭാഗമാണ്. ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ബിനാമികളെ വെച്ച് സംസ്ഥാന നേതാക്കൾ പണപ്പിരിവ് നടത്തിയത്. ഇതിന്റെ ഭാഗമായി വലിയൊരു തുക കമ്മീഷനായും ചില നേതാക്കൾ കൈപ്പറ്റിയിട്ടുണ്ടെന്നും സുമേഷ് അച്യുതൻ ആരോപിച്ചു. പാവപ്പെട്ട ജനങ്ങളുടെ പണം തിരികെ ലഭിക്കാൻ കോൺഗ്രസ് പ്രസ്ഥാനം നിയമപരമായും രാഷ്ട്രീയമായും പോരാട്ടം നടത്തുമെന്ന് സുമേഷ് അച്യുതൻ പ്രസ്താവിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് K. സാജൻ അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി CC സുനിൽ, ഷഫീഖ് അത്തിക്കോട്, രതീഷ് പുതുശ്ശേരി, ഷഫീഖ തത്തമംഗലം, വത്സൻ പെരുവമ്പി, അജിത്, ജിതിൻ ജിത്തു, സോനു പ്രണവ്, രാഹുൽ കൃഷ്ണ, അജീഷ് വിശ്വനാഥ്, മുരളി തറക്കളം, സുരേഷ് ബാബു, B. പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. പത്രിപ്പാല ടൗണിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണണമെന്നും ഇതിനായി ബൈപ്പാസ് നിർമ്മിക്കണമെന്നും മണ്ണൂർ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. പദ്ധതി ഉടൻ പ്രാവർത്തികമാക്കിയില്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും വാർത്താസമ്മേളനത്തിൽ നേതാക്കൾ പറഞ്ഞു. ജില്ലയിലെ പ്രധാന നഗരങ്ങളിലൊന്നും മങ്കര, മണ്ണൂർ, ലക്കിടിപ്പേരൂർ എന്നീ പഞ്ചായത്തുകളുടെ സംഗമസ്ഥാനവുമായ പത്തിരിപ്പാല ടൗൺ ഗതാഗതക്കുരുക്ക് മൂലം വീർപ്പുമുട്ടുകയാണ്. 2 MLAമാർ ഈ നഗരത്തിനോട് അതിർത്തി പങ്കിടുന്നുണ്ട്. 5000-ലേറെ വിദ്യാർത്ഥികൾ ദിനേന വന്നു പോകുന്ന ടൗണിന്റെ ഗതാഗത പ്രശ്നത്തിന് പരിഹാരം കാണണം എന്ന ആലോചന പോലും അധികാരികൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. പത്തിരിപ്പാല നഗരിപ്പുറം ബൈപ്പാസ് എന്നത് കാലങ്ങളായുള്ള ആവശ്യമാണ്. മുൻ MLA ഈ കാര്യത്തിൽ ഇടപെട്ടെങ്കിലും പദ്ധതി കടലാസിലൊതുങ്ങി. ബൈപ്പാസ് എന്ന ആവശ്യം മുൻനിർത്തി വോട്ട് ചോദിക്കുമെങ്കിലും ഇതുവരെ ഒരു വിരലനക്കാൻ അധികാരികൾ തയ്യാറായിട്ടില്ലെന്നും ലീഗ് നേതാക്കൾ പറഞ്ഞു. നഗരത്തിലെ തിരക്ക് മൂലം വാഹന പാർക്കിംഗ് അവതാളത്തിലായിരിക്കുകയാണ്. ഇത് വ്യാപാരികളെയും ഏറെ ദുരിതത്തിലാക്കുന്നുണ്ട്.
ഇത്ര തിരക്കുള്ള നഗരത്തിൽ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇല്ല എന്നത് ഏറെ ദുഃഖകരമാണ്. ബൈപ്പാസ് ഉടൻ യാഥാർത്ഥ്യമാക്കുക എന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റി ഫെബ്രുവരി 14 കാലത്ത് 9:30 പത്തിരിപ്പാല ടൗണിൽ ധർണ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. അതിന് ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സമരരംഗത്തേക്ക് ഇറങ്ങുകയാണ്. മുമ്പ് ഞങ്ങൾ സൂചിപ്പിച്ചിരുന്നു, അനധികൃതമായ പാർക്കിങ്, അതുപോലെ ടൗണിലുള്ള ആ വീർപ്പുമുട്ടലിന് വേണ്ടിയിട്ട് ഒരു പരിഹാരം എന്ന നിലയിൽ പത്തിരിപ്പാല നഗരിപ്പുറം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. കാലങ്ങളായി അവിടെയുള്ള പ്രദേശത്തുകാരുടെ ആവശ്യമാണ്. വൈകുന്നേരങ്ങളും രാവിലെയെല്ലാം തിരക്ക് മൂലം വളരെ ബുദ്ധിമുട്ടാണ്. അതിനൊരു പരിഹാരം ഉണ്ടാവണം. മുൻ MLA വിജയദാസ് MLA അതിനു വേണ്ടിയുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചതാണ്. അദ്ദേഹത്തിന്റെ മരണത്തോടുകൂടി അതും കടലാസിൽ ഒതുങ്ങി. ഇപ്പോഴുള്ള MLA കഴിഞ്ഞ ബജറ്റിൽ പോലും അതിനെക്കുറിച്ചൊന്ന് സൂചിപ്പിക്കുക പോലും ചെയ്തില്ല. സൂചിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, ഒരു 100 രൂപ ടോക്കൺ പോലും ആ ബജറ്റിൽ ഉൾപ്പെടുത്തിയില്ല എന്നുള്ളത് പ്രതിഷേധമാണ്. പത്തിരിപ്പാലിനെ അവഹേളിക്കുകയാണ്. ആ പത്തിരിപ്പാല ടൗണിനെ ഈ ഗതാഗതക്കുരുക്കിന് ഒരു പരിഹാരമുണ്ടാക്കാൻ പത്തിരിപ്പാല നഗരിപ്പുറം ബൈപ്പാസ് യാഥാർത്ഥ്യമാവുക തന്നെ വേണം. വാർത്താ സമ്മേളനത്തിൽ നിയോജകമണ്ഡലം സെക്രട്ടറി VM അൻവർ സാദിഖ്, KP മുനീർ, സൈഫുദ്ദീൻ, മുസദ്ദിഖ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ആശാവർക്കർമാരുടെ വേതനം കുറയുന്നതിന് കാരണം ജൂനിയർ പ്രൈമറി നഴ്സുമാരാണെന്ന CITU നേതാവ് എളമരം കരീമിന്റെ പ്രസ്താവന നഴ്സുമാരെയും സൂപ്പർവൈസർമാരെയും അവഹേളിക്കലാണെന്ന് കേരള ഗവൺമെന്റ് ജൂനിയർ ഹെൽത്ത് നഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് യൂണിയൻ. എളമരം കരീം പ്രസ്താവന പിൻവലിക്കും വരെ ആശാവർക്കർമാരുടെ സേവന വേതന കാര്യങ്ങളിൽ നിസ്സഹകരണം തുടരുമെന്നും യൂണിയൻ മുൻ ജില്ലാ സെക്രട്ടറി K. റുക്കിയ പാലക്കാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജോലിഭാരം കുറയ്ക്കണമെന്നും വേതന വർധനവ് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ആശാവർക്കർമാർ ഫെബ്രുവരി 6 തിരുവനന്തപുരത്ത് നടത്തിയ സമരത്തിന്റെ ഉദ്ഘാടനത്തിലാണ് എളമരം കരീം നഴ്സുമാരെയും സൂപ്പർവൈസർമാരെയും അവഹേളിച്ചത്. ആശാവർക്കർമാരെ നിയമിക്കുന്നതും വേതന വ്യവസ്ഥകൾ തീരുമാനിക്കുന്നതും NHM ആണ്. 56 മാനദണ്ഡങ്ങളാണ് ആശാവർക്കർമാരുടെ സേവന വേതന വ്യവസ്ഥയ്ക്കായി NHM ഇറക്കിയിട്ടുള്ളത്. NHM ഓരോ സമയത്തും ഇറക്കുന്ന ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് വേതന സോഫ്റ്റ്വെയറായ EC മാനിൽ രേഖപ്പെടുത്തുന്നത്. ജോലിക്കനുസരിച്ചുള്ള വേതനം എന്നുള്ളതുകൊണ്ട് പലപ്പോഴും പലർക്കും വേതനം കുറയുക സ്വാഭാവികമാണ്. ഇത്തരത്തിൽ വേതനം കുറയുന്നതിന് കാരണക്കാർ JPHN ആണെന്നാണ് എളമരം കരീം പറഞ്ഞത്. എളമരം കരീമിന്റെ പ്രസ്താവന ആശാവർക്കർമാരും ആനുകൂല്യങ്ങളും ഏറ്റുപിടിച്ച് പ്രചരണം നടത്തുകയാണ്. ഇത് തീർത്തും തെറ്റായ കാര്യങ്ങളാണ്. നിസ്വാർത്ഥമായി സേവനം ചെയ്തിട്ടും അവഗണനയും അവഹേളനവും നേരിടുന്നത് അംഗീകരിക്കാനാവില്ല. ഇതുകൊണ്ട് തന്നെ NHM നിയമിച്ച ആശാവർക്കർമാർക്കായി ഇനിയും പണിയെടുക്കാനാകില്ലെന്നും റുക്കിയ പറഞ്ഞു. ഇവർക്കുള്ള ഓണറേറിയവും ഇൻസെന്റീവും ഈസിമാൻ പോർട്ടൽ എന്നുള്ള ഒരു പോർട്ടലിലാണ് എൻട്രി വരുത്തുന്നത്. ഇതിന് നിശ്ചയിച്ചിരിക്കുന്നത് ജീവനക്കാരായിട്ടുള്ള ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് വിഭാഗം ആളുകൾക്ക് ആണ് ഇത് നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ ചെയ്യുന്ന ഓരോ ജോലിയും കൃത്യമായി വിലയിരുത്തേണ്ടതും ഈ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാരാണ്. അത്രയും കാര്യങ്ങൾ ചെയ്ത് ഇവരുടെ ഡാറ്റ എൻട്രിയിൽ അവർക്ക് കിട്ടുന്ന വേതനത്തിൽ കുറവ് വരുത്തി എന്നുള്ള പൊതുവായിട്ടുള്ള ഒരു ആക്ഷേപം ഉയരുകയും ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാരാണ് ഇവരുടെ വേതനം വെട്ടിക്കുറച്ചത് എന്നുള്ള രീതിയിൽ നമ്മുടെ ബഹുമാനിയായ CITU നേതാവ് അടിച്ചാക്ഷേപിച്ചുകൊണ്ട് ഈ ഒരു വിഭാഗം ജീവനക്കാരെ മുഴുവൻ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു ഉദ്ഘാടന പ്രസംഗമായിരുന്നു അവിടെ നടന്നത്. ഇതാണ് ഇന്ന് കേരളത്തിലുടനീളമുള്ള 5000-ലധികം വരുന്ന ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാരും 2000-ഓളം വരുന്ന സൂപ്പർവൈസേഴ്സ് യൂണിയനും ഒന്നിച്ച് കേരള ഗവൺമെന്റ് JPHN ആൻഡ് സൂപ്പർവൈസേഴ്സ് യൂണിയൻ എന്നുള്ള പേരിൽ നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെ പ്രതിഷേധ പരിപാടിയുമായിട്ട് ഇന്ന് മുന്നോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഒരു കാരണവുമില്ലാതെ ഇവർക്ക് ജോലി നൽകാൻ മുന്നിൽ നിന്നുകൊണ്ട് ഇവരെ നിയമിക്കുന്ന ഒരു പ്രവർത്തനം നടത്തിയ ജീവനക്കാർക്കെതിരായി തന്നെയാണ് ഇവര് പ്രതിഷേധവുമായിട്ട് സെക്രട്ടേറിയറ്റ് പഠിക്കൽ നടത്തുകയും കൂട്ടത്തോടു കൂടി നമ്മൾ ആക്ഷേപിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രവർത്തനങ്ങളിൽ യോജിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്താതിരിക്കാനും ഇവരുടെ പോർട്ടൽ എൻട്രിയുമായി ഈസിമാൻ എന്നുള്ള വേതനവുമായി ബന്ധപ്പെട്ടുള്ള പോർട്ടൽ എൻട്രി മുഴുവനായും
APHN വിഭാഗത്തിൽ നിന്നും മാറ്റി നിർത്തണമെന്നും ജില്ലാ പ്രസിഡന്റ് സരിത ജി, ട്രഷറർ ലജീഷ, ഇന്ദിര വി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മങ്കര 8-ാം വാർഡ് റെയിൽവേ സ്റ്റേഷൻ മേഖലയിൽ ജൽജീവൻ കുടിവെള്ള പദ്ധതിയുടെ പ്രവൃത്തികൾ നിലച്ചതിനെതിരെയും വെട്ടിപ്പൊളിച്ച റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ട് CPIM പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മങ്കര ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. CPIM ലോക്കൽ സെക്രട്ടറി ER ശശി ഉദ്ഘാടനം ചെയ്തു. ജലനിധിയുമായിട്ട് ചില സൗന്ദര്യപ്പണക്കുണ്ടായി. ജലനിധിയുടെ കയ്യിൽ നിന്നെടുത്ത് ഈ ഞാവളികളുടെ കുടിവെള്ള പദ്ധതി PWD ഏൽപ്പിച്ചിട്ട് ഉണ്ടായി. അന്ന് PWD ഏൽപ്പിക്കുകയും അത് PWD ഏൽപ്പിച്ചത് വാട്ടർ അതോറിറ്റിയെ ഏൽപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കൊണ്ടുവന്ന് കാലങ്ങളായി മങ്കര ഗ്രാമപഞ്ചായത്തിന്റെ കയ്യിലിരുന്ന ഞാവലുംകടവ് കുടിവെള്ള പദ്ധതിയെ വാട്ടർ അതോറിറ്റി കയ്യിൽ കഴുകി ഇറങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിയുണ്ടായി. പിന്നീട് നമ്മുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഇവിടെ വന്നപ്പോൾ പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. VK ഷിബു അധ്യക്ഷത വഹിച്ചു. CK ചെന്താമരാക്ഷൻ, CM അബ്ദുൾ റഹ്മാൻ, ഏരിയ കമ്മിറ്റി അംഗം OM മോഹൻരാജ്, രാമദാസ്, മുഹമ്മദ് ഷാഫി എന്നിവർ സംസാരിച്ചു. സത്യഭാമ, രാമദാസ്, സ്വരൂപ്, മൊയ്തീൻകുട്ടി, നാസർ, അക്കു, അഭിലാഷ് തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. സമരത്തെ തുടർന്ന് മങ്കര പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. പ്രശ്നത്തിൽ ഉടൻ നടപടിയായില്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് ഉപരോധിക്കുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നത് ക്വാറി മാഫിയയും സർക്കാരും തമ്മിലുള്ള കൂട്ടുകെട്ടെന്ന് ലെൻസ്ഫെഡ്. നിർമ്മാണ മേഖലയെ സംരക്ഷിക്കുമെന്ന വാഗ്ദാനമായി തന്നെ നിലനിൽക്കുന്നുവെന്ന് ലെൻസ്ഫെഡ് PRO M മനോജ് പാലക്കാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അവശ്യവസ്തുക്കളുടെ അടിക്കടിയുള്ള വിലക്കയറ്റം, തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥക്ഷാമം, ഭൂമി തരം മാറ്റം തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ നിർമ്മാണ മേഖലയിൽ നിലനിൽക്കുമ്പോഴാണ് ക്വാറി മാഫിയ നിർമ്മാണ മേഖലയെ കൈപ്പിടിയിലൊതുക്കുന്നത്. 10 വർഷത്തിലേക്ക് ആവശ്യമായ പുഴമണൽ ലഭ്യമാണെങ്കിലും പുഴയിൽ നിന്ന് മണലെടുക്കാതിരിക്കാനായി നിലകൊള്ളുന്നത് സർക്കാരും ക്വാറി മാഫിയയും തമ്മിലുള്ള കൂട്ടുകെട്ടാണ്. പുഴമണലെടുക്കാനുള്ള അനുമതി നൽകുമെന്ന വാഗ്ദാനം ജലരേഖയായി അവശേഷിക്കുകയാണ്. പുഴമണലെടുക്കുന്നതോടെ ഖനനം കുറയുമെന്നതാണ് ക്വാറി മാഫിയയെ പ്രകോപിപ്പിക്കുന്നത്. പുഴമണലെടുക്കുന്നതിലൂടെ പ്രകൃതി സംരക്ഷണം കൂടിയാണ് സാധ്യമാകുന്നത്. ഓരോ ദിവസവും തോന്നിയ പോലെയാണ് ക്വാറി ഉടമകൾ വില വർദ്ധിപ്പിക്കുന്നത്. വില നിയന്ത്രണ സമിതി വേണമെന്ന ലെൻസ്ഫെഡിന്റെ ആവശ്യം തത്വത്തിൽ വ്യവസായ മന്ത്രി അംഗീകരിച്ചെങ്കിലും ഇതും വാഗ്ദാനമായി തുടരുകയാണ്. ക്വാറി ഉത്പന്നങ്ങളുടെ വില നിയന്ത്രിക്കാനോ ഗുണനിലവാരം പരിശോധിക്കാനോ സംവിധാനമില്ലാത്തതാണ് ക്വാറി മാഫിയകൾക്ക് തുണയാകുന്നത്. നിർമ്മാണ മേഖല പ്രതിസന്ധിയിലാകുന്നതോടെ 160ഓളം അനുബന്ധ മേഖലകളാണ് തകരുന്നത്. നിർമ്മാണ മേഖലയെ സംരക്ഷിക്കാനാവശ്യമായ ഒരു നിർദ്ദേശവുമില്ലാത്ത കേരള ബജറ്റ് ജനദ്രോഹകരമാണ്. സംരക്ഷിക്കാൻ നടപടിയില്ലെങ്കിൽ ശക്തമായ സമരം ആരംഭിക്കുമെന്നും മനോജ് പറഞ്ഞു. ട്രഷറിലേക്ക് പോകുമ്പോഴാണ് അവരവിടെ ബോർഡ് വെച്ചിരിക്കുന്നത്, ഇന്ന് യൂണിറ്റിന് 300 രൂപ കൂട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി. ആ രീതിയിലുള്ള ഒരു തോന്നിയ മാസം തന്നെയാണ് ഇപ്പൊ ഈ ട്രഷറുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. ഇതിനെ നിയന്ത്രിക്കാൻ ആരുമില്ല. ഇവരുടെ വില നിയന്ത്രണത്തിന് ഒരു അതോറിറ്റിയും ഇല്ല. ഇവര് തീരുമാനിക്കുന്നു, ഇവര് പ്രൊഡക്ഷൻ ചെയ്യുന്നു, ഇവര് വില തീരുമാനിക്കുന്നു, വേണമെങ്കിൽ എടുത്തോന്ന്. കാരണം ഇവിടെ വേറെ വഴിയില്ല. ഒരു ബദൽ സംവിധാനം എന്ന് പറഞ്ഞാലില്ല. നമ്മൾ പണ്ട് കാലത്ത് മണലിന് ഒരു ബദൽ എന്ന് ഞങ്ങൾ തന്നെ പറഞ്ഞതാണ് എംസാൻഡിന്. എന്നാൽ അത് ഇവരുടെ കുത്തകയാക്കി മാറ്റിക്കൊണ്ട് മണലെടുക്കാൻ അനുവദിക്കാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പൊ ഈ മാർച്ച് മാസത്തിൽ നിങ്ങൾക്ക് അറിയാം, ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും PWDയുടെയും ഒക്കെ വർക്കുകൾ തീർക്കേണ്ട സമയമാണ്. മാത്രമല്ല ഞങ്ങളെ പോലെയുള്ള പ്രൈവറ്റ് സ്വകാര്യ എഞ്ചിനീയർമാരും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മളൊരു കരാറിന്റെ അടിസ്ഥാനത്തിൽ കരാർ വെച്ചിട്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത്. ഇവരിങ്ങനെ തോന്നിയ വാസം പോലെ വില കൂട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ എടുത്ത തുകയ്ക്ക് ഈ പണികൾ പൂർത്തീകരിച്ചു കൊടുക്കാൻ കഴിയും? എഞ്ചിനീയർമാരുടെ ഇങ്ങനെ വർക്കെടുത്ത് തീർത്തു കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് ഈ പ്രൈവറ്റും അതുപോലെ തന്നെ ഗവൺമെന്റ് കോൺട്രാക്ടർമാരുടെ അവസ്ഥ. ഇപ്പൊ അങ്ങനെയാണ്. ജില്ലാ പ്രസിഡന്റ് VR കൃഷ്ണകുമാർ, ജില്ലാ സെക്രട്ടറി രാജേഷ് S, ട്രഷറർ രാജേഷ് V, സംസ്ഥാന വൈസ് പ്രസിഡന്റ് V രമേശ്, K ജനാർദ്ദനൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ജൽജീവൻ മിഷന്റെ നേതൃത്വത്തിൽ നടത്തിയ ജലസംരക്ഷണ സന്ദേശ കലാജാഥയ്ക്ക് കോട്ടായിയിൽ സ്വീകരണം നൽകി. കോട്ടായി ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച സ്വീകരണ ചടങ്ങ് കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CR അനിത അധ്യക്ഷത വഹിച്ചു. ജൽജീവൻ മിഷൻ ഡയറക്ടർ PC തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ V വിനീത, കേരള വാട്ടർ അതോറിറ്റി ഡെപ്യൂട്ടി മാനേജർ സബ്ന, കോട്ടായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി സോഫിയ എന്നിവർ സംസാരിച്ചു.
കോട്ടായി ജലശ്രീ ക്ലബ്ബ് ഭാരവാഹി മധു സ്വാഗതവും ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രധാനാധ്യാപിക BD ബിന്ദു നന്ദിയും പറഞ്ഞു. മോഹനും സംഘവും അവതരിപ്പിച്ച നാടൻപാട്ട്, വിനോദ് നരനാട്ട് അവതരിപ്പിച്ച മാജിക് ഷോ എന്നിവയും ഉണ്ടായിരുന്നു. നമ്മുടെ രാജ്യത്തെ എല്ലാ പഞ്ചായത്തിലും എല്ലാ വീടുകളിലും അതാത് സ്ഥലത്ത് തന്നെയുള്ള ശുദ്ധജല വൈദ്യുത ജല വിതരണ പദ്ധതിയിലൂടെ അല്ലേ ശരി. അപ്പോ അതാത് സ്ഥലത്ത് തന്നെയുള്ള ജലവിതരണ പദ്ധതിയിലൂടെ. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കേരള NGO യൂണിയൻ പട്ടാമ്പി ഏരിയ 62ാം വാർഷിക സമ്മേളനം പട്ടാമ്പി ചിത്ര ഓഡിറ്റോറിയത്തിൽ നടന്നു. NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം AM സുഷമ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കേരള NGO യൂണിയൻ പട്ടാമ്പി ഏരിയ 62ാം വാർഷിക സമ്മേളനം ചൊവ്വാഴ്ച മേലെ പട്ടാമ്പി ചിത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. രാവിലെ ഏരിയ പ്രസിഡന്റ് T ഉണ്ണികൃഷ്ണൻ പതാക ഉയർത്തിയതോടെ സമ്മേളനത്തിന് തുടക്കം കുറിച്ചു. തുടർന്ന് വാർഷിക ജനറൽ ബോഡി യോഗവും നടന്നു. പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് വാർഷിക സമ്മേളനം NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം AM സുഷമ ഉദ്ഘാടനം ചെയ്തു. അത്തരം അമേരിക്കയുടെ ശ്രമങ്ങളെ എതിർക്കുന്നതിനും ഇന്ന് മറ്റു രാജ്യങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ചൈനയടക്കമുള്ള രാജ്യങ്ങൾ അതിനെ പ്രതിരോധിക്കുന്നുണ്ട്. കാനഡ അടക്കം അതിനെതിർ ശബ്ദങ്ങൾ ഉയർത്തുന്നതും നമ്മൾ കാണുകയാണ്. അമേരിക്ക ഗാസയെ ഏറ്റെടുത്ത് പുനർനിർമ്മിക്കുന്ന പ്രഖ്യാപനത്തിനെതിരെ ഹമാസ് രംഗത്ത് വരികയാണ്. ഇങ്ങനെ അമേരിക്ക വീണ്ടും തൻ്റെ അധീശത്വം, ട്രംപിൻ്റെ അധീശത്വം വീണ്ടും സ്ഥാപിക്കാൻ വേണ്ടി ലോകമെങ്ങും ശ്രമിക്കുകയാണ്. സമ്മേളനത്തിൽ യൂണിയന്റെ ഏരിയ പ്രസിഡന്റ് T ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ ജോയിന്റ് സെക്രട്ടറി AP സുധീർ അനുശോചന പ്രമേയവും T ഉണ്ണികൃഷ്ണൻ രക്തസാക്ഷി പ്രമേയവും C ശ്രീദീപ് പ്രവർത്തന റിപ്പോർട്ടും RP അഖിലേഷ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. സമ്മേളനത്തിൽ ചർച്ച, മറുപടി, പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ്, പ്രമേയ അവതരണം എന്നിവയും നടന്നു. പുതിയ ഏരിയ ഭാരവാഹികളായി പ്രസിഡന്റ് T ഉണ്ണികൃഷ്ണൻ, AP സുധീർ, ജയശ്രീ എന്നിവർ വൈസ് പ്രസിഡന്റുമാർ, C ശ്രീദീപ് സെക്രട്ടറി, RP അഖിലേഷ് ട്രഷറർ തുടങ്ങിയവരെ സമ്മേളനം തെരഞ്ഞെടുത്തു. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. നാടിന്റെ പച്ചപ്പ് കാത്തുസൂക്ഷിച്ച പ്രകൃതിയുടെ കാവൽക്കാരൻ കല്ലൂർ ബാലന് ജന്മനാട് വിട നൽകി. ചൊവ്വാഴ്ച 2 മണിയോടെ വീട്ടുവളപ്പിൽ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. 2 ദിവസങ്ങളിലായി മൃതദേഹം വീട്ടുമുറ്റത്ത് പൊതുദർശനത്തിന് വെച്ചു. അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷപ്രകാരം പച്ചമണ്ടും പച്ചജുബയും ധരിപ്പിച്ചായിരുന്നു മൃതദേഹം പൊതുദർശനത്തിനായി വെച്ചത്. പരിസ്ഥിതി പ്രവർത്തകർ, അധ്യാപകർ, വിദ്യാലയങ്ങൾ, പൊതുപ്രവർത്തകർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, സന്നദ്ധ സംഘടനകൾ, ക്ലബ്ബുകൾ, സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങി നാനാ തുറകളിൽപ്പെട്ടവർ ഇന്നലെയും ഇന്നുമായി അന്ത്യോപചാരം അർപ്പിക്കാനെത്തിയിരുന്നു. ഇറാം ഗ്രൂപ്പ് മേധാവി ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ്, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA, CPM ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു, CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ്, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ, മുൻ MP കൃഷ്ണദാസ്, ഡോക്ടർ സരിൻ, വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് KC നാസർ, മുസ്ലിം ലീഗ് കോങ്ങാട് നിയോജക മണ്ഡലം സെക്രട്ടറി VM അൻവർ സാദിഖ്, മെഡിമിക്സ് AVA ഗ്രൂപ്പ് ഡോക്ടർ അനൂപ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷീബ സുനിൽ, അനിത, MN ഗോകുൽദാസ്, രേണുകാദേവി, CPM മംഗല ലോക്കൽ സെക്രട്ടറി ശശി, പറളി ലോക്കൽ സെക്രട്ടറി MT ജയപ്രകാശ്, വനമിത്ര അവാർഡ് ജേതാവ് മോഹൻദാസ് ഇടിയത്, ഗാന്ധി ദർശൻ വേദി ജില്ലാ ചെയർമാൻ ഡോക്ടർ PP വിജയകുമാർ, NCP നേതാക്കൾ, ജില്ലാ കലക്ടർക്ക് വേണ്ടി മങ്കര വില്ലേജ് ഓഫീസർ അനിത, മങ്കര SI സേവാഭാരതി പറളി, SN കോളേജ് കേരളശ്ശേരി, കല്ലൂർ കലാ സാംസ്കാരിക സംഘടന, മുണ്ടൂർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എലിയാസ് നവാസ്, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ KK ദതീഷ്, മങ്കര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അച്യുതൻകുട്ടി, എക്സ് സർവീസ് മങ്കര ബ്ലോക്ക്, പുനർജനി പരിസ്ഥിതി, ഭാരതീയ കിസാൻ സംഘ് പാലക്കാട് സൈനിക കൂട്ടായ്മ, തേരൂർ നേച്ചർ ക്ലബ്ബ്, ആർട്സ് ഓഫ് ലീവിംഗ് ഒറ്റപ്പാലം, ടോപ്പ് ഇൻ ടൗൺ രാജു തുടങ്ങി നിരവധി പേർ റീത്ത് വെച്ച് അന്ത്യോപചാരം അർപ്പിച്ചു. നല്ലൊരു ലോകം സൃഷ്ടിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ആ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നും നമുക്കെല്ലാം വളർന്നു വരുന്ന തലമുറയ്ക്ക് പോലും അതൊരു സന്ദേശമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ പാർട്ടിക്ക് വേണ്ടി അനുശോചനം അറിയിക്കുകയാണ്. ബാലന്റെ സ്മരണയ്ക്കായി അദ്ദേഹത്തിന്റെ ജീവചരിത്രം ആസ്പദമാക്കി പുസ്തകം നിർമ്മിക്കുമെന്നും സ്മരണയ്ക്കായി എല്ലാ വർഷവും അവാർഡ് ഏർപ്പെടുത്തുമെന്നും ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ് അറിയിച്ചു.
ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെബ്രുവരി 20-ന് ഷോപ്സ് തൊഴിലാളികളുടെ പാലക്കാട് കളക്ടറേറ്റ് മാർച്ച് വിജയിപ്പിക്കാൻ ആഹ്വാനം ചെയ്ത് ഹോട്ടൽ ആൻഡ് കൊമേഴ്സ്യൽ എംപ്ലോയീസ് യൂണിയൻ CITU-വിന്റെ നേതൃത്വത്തിൽ പാലക്കാട് കൺവെൻഷൻ സംഘടിപ്പിച്ചു. 20,000 തൊഴിലാളികളെ യൂണിയനിൽ അംഗങ്ങളാക്കുവാനും തീരുമാനം. കൺവെൻഷൻ CITU സംസ്ഥാന സെക്രട്ടറി M. ഹംസ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നമുക്കൊരു പഴയതുപോലെയല്ല. പീഡിക തൊഴിലാളി രംഗം എന്ന് മുമ്പ് വിശേഷിപ്പിച്ചിരുന്ന ഒന്ന് പീഡിക തൊഴിലാളി രംഗം എന്നതിനേക്കാൾ അപ്പുറം ഷോപ്പ് ആൻഡ് കൊമേഴ്സ്യൽ എംപ്ലോയീസ് യൂണിയൻ എന്ന നിലയിലേക്ക് കുറച്ചുകൂടി ഉയർന്ന് പ്രവർത്തിക്കാൻ ആവശ്യമായ ഒരു പശ്ചാത്തലം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പശ്ചാത്തലം ഉണ്ടാക്കിയത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ഈ മേഖലയിൽ നടത്തിയിട്ടുള്ള നിയമനിർമ്മാണങ്ങളുടെ കൂടി ഭാഗമായിട്ടാണ്. ജില്ലാ വൈസ് പ്രസിഡന്റ് K. രാജേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി PG രാംദാസ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ രവി ചെറുതറ, മീനാചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. പാലക്കാട് ഏരിയ സെക്രട്ടറി KG അനീഷ് സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി C. കൃഷ്ണകുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. CPM തൃശൂർ ജില്ലാ സെക്രട്ടറിയായി KV അബ്ദുൽ ഖാദറിനെ തെരഞ്ഞെടുത്തു. കുന്നംകുളത്ത് നടന്ന ജില്ലാ സമ്മേളനം സമാപിച്ചു. 46-അംഗ ജില്ലാ കമ്മിറ്റിയിൽ 10 പേർ പുതുമുഖങ്ങളാണ്. 3 ദിവസങ്ങളിലായി കുന്നംകുളം ടൗൺ ഹാളിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നടന്ന തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ ഐക്യകണ്ഠേനയാണ് പുതിയ ജില്ലാ കമ്മിറ്റിയെയും ജില്ലാ സെക്രട്ടറിയെയും സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും തെരഞ്ഞെടുത്തത്. ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട KV അബ്ദുൽ ഖാദർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. 46-അംഗ ജില്ലാ കമ്മിറ്റിയിൽ 10 പേർ പുതുമുഖങ്ങളാണ്. 6 വനിതകളും ജില്ലാ കമ്മിറ്റിയിലുണ്ട്. 6 പേർ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായി. PM അഹമ്മദ്, CK വിജയൻ, MM വർഗീസ്, BD ദേവസി, മുരളി പെരുന്നല്ലി, PR വർഗീസ് എന്നിവരാണ് ഒഴിവായത്. KD ബാഹുലയ്യൻ, TT ശിവദാസൻ, TK സന്തോഷ്, VA മനോജ് കുമാർ, MS പ്രദീപ് കുമാർ, NN ദിവാകരൻ, KS സുഭാഷ്, ഗ്രീഷ്മ അജയ് ഘോഷ്, RL ശ്രീലാൽ, UR പ്രദീപ് എന്നിവരാണ് ജില്ലാ കമ്മിറ്റിയിലെ പുതിയ അംഗങ്ങൾ. 32-അംഗ സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും സമ്മേളനം തെരഞ്ഞെടുത്തു. ED അടക്കം മുന്നോട്ട് വയ്ക്കുന്ന ഭീഷണികളെ നിയമപരമായി നേരിടുമെന്നും ജില്ലയിലെ തിരിച്ചടികളെയും വെല്ലുവിളികളെയും അതിജീവിക്കുമെന്നും KV അബ്ദുൽ ഖാദർ പറഞ്ഞു. തലമുറ മാറ്റം കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്നും എല്ലാവരും പാർട്ടിക്ക് ഒപ്പമുണ്ടാകണമെന്നും അബ്ദുൽ ഖാദർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ തൃശൂർ. സുപ്രീം കോടതി വിധിച്ചാലും ആനുകൂല്യം നൽകില്ലെന്ന കേന്ദ്ര സർക്കാർ നിലപാട് സർവീസ് മേഖലയോടുള്ള വെല്ലുവിളിയാണെന്ന് PF പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് P. സദാനന്ദൻ. പൊതുമേഖലയെ പോലുള്ള സർവീസ് മേഖലയെ തൂക്കി വിൽക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും സദാനന്ദൻ പറഞ്ഞു. പാലക്കാട് സംഘടിപ്പിച്ച ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ വികസനം ജീവനക്കാരുടെ വിയർപ്പിന്റെ ഭാഗം കൂടിയാണ്. ജീവിതത്തിന്റെ ഏറിയ പങ്കും സേവനത്തിനായി മാറ്റിവെച്ചവരോട് കേന്ദ്ര സർക്കാർ അനീതിയാണ് തുടരുന്നത്. ജീവനക്കാരുടെ വീതം കൂടി ചേർന്നാണ് PF. പെൻഷൻ എങ്ങനെയും ഇല്ലാതാക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്നും സദാനന്ദൻ പറഞ്ഞു. മിനിമം പെൻഷൻ 10,000 രൂപയാക്കുക, സുപ്രീം കോടതി വിധിച്ച ഹയർ പെൻഷൻ നൽകുക, മുഴുവൻ സർവീസ് പെൻഷനും കണക്കാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു PFPA പ്രതിഷേധം സംഘടിപ്പിച്ചത്. കൽമണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച് മാർച്ച് ചന്ദ്രനഗർ പെൻഷൻ ഓഫീസ് മുമ്പിൽ സമാപിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി R. പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. DV രാമകൃഷ്ണൻ, VP രാധാകൃഷ്ണൻ, MV മനോഹരൻ, CP ചന്ദ്രൻ, VB രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. മണ്ണൂരിൽ CPIM നേതാവായിരുന്ന KB ഉണ്ണികൃഷ്ണന്റെ ചരമവാർഷികവും അനുസ്മരണ യോഗവും നടന്നു. CPIM ലോക്കൽ സെക്രട്ടറി OV സ്വാമിനാഥൻ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ ആ പ്രദേശത്തുള്ള മണ്ണൂർ കാവ് പ്രദേശത്ത്, കാഞ്ഞിരമ്പാറ പ്രദേശത്ത് വരുന്ന ജനകീയ വിഷയങ്ങളിലെല്ലാം ആ സഖാവ് കഴിഞ്ഞ തവണ പഞ്ചായത്ത് പ്രസിഡന്റായപ്പോഴും അതുപോലെ തന്നെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായും ഒക്കെ ഞാൻ പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ, അല്ലെങ്കിൽ പാർട്ടി ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ശശിയേട്ടൻ ഉള്ള സമയത്തും ഉൾപ്പെടെ ഇവിടെ ആ നാട്ടിൽ സംഭവിക്കുന്ന ജനകീയ വിഷയങ്ങളിലെല്ലാം നമ്മളെ ശ്രദ്ധ പതിപ്പിക്കുകയും അതുപോലെ തന്നെ ആ വിഷയങ്ങളിൽ ഇടപെടാനും വലിയ ജാഗ്രത ഉളവാക്കുന്ന സഖാവാണ്. എന്തായാലും ആ സഖാവിൻ്റെ വേർപാട് നികത്താനാവാത്ത ഒരു നഷ്ടം തന്നെയാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് മണ്ണൂർ ലോക്കൽ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. P. സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. K. പ്രമോദ് പണിക്കർ, V. സുരേന്ദ്രൻ, K. സൈതലവി, VP ഇബ്രാഹിം, AA ശിഹാബ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. LC സെക്രട്ടറി പതാക ഉയർത്തിയതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. അമ്പലപ്പാറ പഞ്ചായത്തിൽ SC വിദ്യാർത്ഥികൾക്കുള്ള ഉന്നത വിദ്യാഭ്യാസ ധനസഹായം നൽകുന്നത് സംബന്ധിച്ച് യോഗം പഞ്ചായത്ത് ഹാളിൽ ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് P. വിജയലക്ഷ്മി ടീച്ചർ യോഗം ഉദ്ഘാടനം ചെയ്തു. സ്ഥിതിവിശേഷം ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പെൻഷൻ കിട്ടുന്നുണ്ടാവും, മറ്റ് സഹായങ്ങൾ കിട്ടുന്നുണ്ടാവും, എല്ലാം ഉണ്ടാവും. അതോടൊപ്പം ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്ന കുട്ടികൾ ഉന്നത
വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ കാസ്റ്റ് ഇവിടെ സൂചിപ്പിക്കേണ്ടത് നമ്മൾ അപേക്ഷ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി നിർവഹണം നടത്തുന്ന SC വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ ധനസഹായം സംബന്ധിച്ച യോഗമാണ് ചേർന്നത്. പദ്ധതിയുടെ നടത്തിപ്പിലേക്കായി അനുബന്ധ രേഖകൾ സമർപ്പിക്കുന്നതിനും മറ്റും സംശയ നിവാരണത്തിനുമായിട്ടാണ് യോഗം സംഘടിപ്പിച്ചത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. മുഹമ്മദ് ഖാസിം അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MM. ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി വിശദവിവരങ്ങൾ വിശദീകരിച്ചു. 6 ലക്ഷം രൂപയാണ് ധനസഹായത്തിനായി നീക്കിവച്ചിട്ടുള്ളത്. 35 പേർക്കാണ് ഇതിന്റെ ഗുണം ലഭിക്കുക. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. അമിത വേഗത്തിലെത്തിയ ഗുഡ്സ് ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് സ്വകാര്യ ബസ്സിലിടിച്ചു. കോങ്ങാട് എഴക്കാട്ടിൽ ചൊവ്വാഴ്ച രാവിലെയാണ് സംഭവം നടന്നത്. വളവിലൂടെ അതിവേഗത്തിൽ വന്ന ഓട്ടോറിക്ഷ ഓവർടേക്കിംഗ് നിയന്ത്രണമുള്ള റോഡ് മാർക്കിലേക്ക് തെന്നിമറിയുകയും പിന്നീട് റോഡിലൂടെ നിരങ്ങി സ്വകാര്യ ബസിന്റെ ഒരു വശത്ത് ഇടിച്ചു നിൽക്കുകയുമായിരുന്നു. ആർക്കും പരിക്കില്ല. ചെറുതുരുത്തി പൈങ്കുളം റോഡ് ആലുംകുന്ന് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവവും തൈപ്പൂയ ആഘോഷവും തുടരുന്നു. പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് ബ്രഹ്മശ്രീ തിയന്നൂർ മന ശ്രീധരൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിങ്കളാഴ്ച വൈകുന്നേരം നടന്ന ആഘോഷ പരിപാടികൾ ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ നിന്നും തകിൽ മേളത്തിന്റെയും നാദസ്വരത്തിന്റെയും അകമ്പടിയോടുകൂടി നിരവധി കാവടിയാട്ടത്തോടെ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നു. പ്രസിദ്ധമായ മാത്തൂർ പല്ലഞ്ചാത്തന്നൂർ തെരുവത്ത് പള്ളി നേർച്ചയ്ക്ക് നാടും നാട്ടുകാരും ഒരുങ്ങി. ബുധനാഴ്ചയാണ് തെരുവത്ത് പള്ളി നേർച്ച. ബുധനാഴ്ച നടക്കുന്ന പ്രസിദ്ധമായ മാത്തൂർ പല്ലഞ്ചാത്തന്നൂർ തെരുവത്ത് പള്ളി നേർച്ചയ്ക്ക് നാടും നാട്ടുകാരും ദിവസങ്ങൾക്ക് മുൻപേ ഒരുങ്ങി. ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾ അപ്പപ്പെട്ടിയുമായി എത്തുന്ന നേർച്ച മകരമാസത്തിലെ പൗർണമിക്കാണ് ആഘോഷിക്കാറ്. തമിഴ്നാട്ടിൽ നിന്നും ഭക്തർ കുടുംബസമേതം വണ്ടിക്കാളകളും കുതിരകളുമടക്കമാണ് നേർച്ചയ്ക്കെത്താറുള്ളത്. കർഷകർ എള്ള്, കൊള്ള്, മറ്റ് കാർഷിക വസ്തുക്കളുമായി എത്തി ജാറത്തിൽ സമർപ്പിക്കും. ആനകൾ, പഞ്ചവാദ്യം, ശിങ്കാരിമേളം, അർബനമുട്ട്, ദഫ്മുട്ട് എന്നിവയുടെ അകമ്പടിയോടെ അപ്പപ്പെട്ടിയുമായി എത്തുന്നതാണ് പ്രധാന ചടങ്ങ്. അപ്പപ്പെട്ടിയുമായി എത്തുന്നവരുൾപ്പെടെ നേർച്ചയ്ക്കെത്തുന്ന ഭക്തർക്ക് പൂമണ്ണ് വിതരണം ചെയ്യും. കാലികളെയും മറ്റും കുളിപ്പിച്ച് ചന്ദനം ചാർത്തി ജാറത്തിൽ പ്രദക്ഷിണം ചെയ്യിപ്പിച്ചാണ് മടങ്ങാറ്. നേർച്ചയുടെ സുഗമമായ നടത്തിപ്പിന് വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വടനംകുറിശി ശ്രീ സുബ്രഹ്മണ്യൻ കോവിലിൽ തൈപ്പൂയം വിവിധ പരിപാടികളോടുകൂടി ആഘോഷിച്ചു. വൈകിട്ട് തേർ സംഗമവും മേളവും ഉണ്ടായിരുന്നു. വാടനാംകുറിശി ശ്രീ സുബ്രഹ്മണ്യൻ കോവിലിലെ തൈപ്പൂയ മഹോത്സവം തിങ്കളാഴ്ച വിവിധ പരിപാടികളോടുകൂടി ആഘോഷിച്ചു. രാവിലെ കോവിലിൽ വിശേഷാൽ പൂജകൾ, തേർ വഴിപാട് തുടങ്ങിയവ നടന്നു. വൈകിട്ട് വിവിധ തേരാഘോഷ കമ്മിറ്റികൾ കോവിലിലേക്ക് പുറപ്പെട്ടു. തുടർന്ന് 6 മണിക്ക് ശേഷം കോവിലിലെത്തി ആഘോഷ കമ്മിറ്റിയുടെ തേർ പ്രദക്ഷിണം ഉണ്ടായിരുന്നു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ 8 തേരാഘോഷ കമ്മിറ്റികൾ പങ്കെടുത്തു. മേളവും ഉണ്ടായിരുന്നു. രാത്രി 10-ന് തായമ്പകയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മുള്ളൂർക്കര ഇരുനിലംകോട് തൈപ്പൂയ മഹോത്സവം ഭക്തിസാന്ദ്രമായി. ആഘോഷ പരിപാടികളിൽ നിരവധി പേർ പങ്കെടുത്തു. രാവിലെ ക്ഷേത്ര പൂജാരി രാജീവിന്റെ നേതൃത്വത്തിൽ പൂജാകർമ്മങ്ങൾക്ക് ശേഷമാണ് തേര് വീടുകളിലേക്ക് പോയി തുടങ്ങിയത്. നിരവധി ഭക്തർ രാവിലെ തന്നെ ക്ഷേത്രസന്നിധിയിൽ എത്തിയിരുന്നു. വൈകിട്ട് 8 മണിയോടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി രഥങ്ങൾ ക്ഷേത്രത്തിൽ തിരിച്ചെത്തി.
ആഘോഷങ്ങൾക്ക് ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് PS രാഘവൻ, MV ദേവദാസ്, VK ശിവദാസ്, മറ്റ് കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. അപ്പോൾ അവർക്ക് എല്ലാ അനുഗ്രഹം കൊടുത്തുകൊണ്ട് നീങ്ങുന്ന ഭഗവാൻ 365 ദിവസവും 364 ദിവസവും നമ്മൾ ഭഗവാനെ തൊഴുന്നു. 365ാമത്തെ ദിവസം ഭഗവാൻ നമ്മളെ കാണാൻ വേണ്ടി എഴുന്നുള്ളൂ. അതാണ് പ്രത്യേക സുബ്രഹ്മണ്യ സ്വാമി. അതുകൊണ്ട് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ഞങ്ങളിതാ തയ്യാറായി തേരനക്കാനുള്ളതായ സന്ദർഭത്തിലേക്ക് നീങ്ങിക്കും. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഓങ്ങല്ലൂർ തളി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ നടന്ന ഉത്സവാഘോഷം സമാപിച്ചു. 8 ദിവസം നീണ്ടുനിന്ന ഉത്സവത്തിനാണ് ആറാട്ടോടുകൂടി സമാപനമായത്. ഓങ്ങല്ലൂർ തളി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷത്തിനാണ് സമാപനമായത്. 8 ദിവസം നീണ്ടുനിൽക്കുന്ന ആഘോഷത്തിന് യാത്രാബലി ആറാട്ടോടുകൂടി സമാപനമായി. കരിയന്നൂർ നാരായണ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പഞ്ചവായത്തോടുകൂടി എഴുന്നള്ളിപ്പ് നടത്തിയ ശേഷം കൊടിയിറക്കൽ ചടങ്ങുമുണ്ടായി. കലശാഭിഷേകം, അത്താഴപൂജ, ശ്രീബുധമുലി എന്നിവയും ഉണ്ടായിരുന്നു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മുള്ളൂർക്കര ഇരുനിലംകോട് തൈപ്പൂയത്തിന് നാദസ്വരം വായിക്കാനായി ഇത്തവണയും കാവശ്ശേരിയിൽ നിന്നുള്ള ചാമിയാരും സംഘവും എത്തി. തുടർച്ചയായി 14ാമത്തെ വർഷമാണ് ചാമിയാരും സംഘവും നാദസ്വരം വായിക്കുന്നതിനായി ഇവിടെ എത്തുന്നത്. തൈപ്പൂയ മഹോത്സവത്തിന് ഒഴിച്ചുകൂടാനാകാത്ത ഒരു വാദ്യോപകരണമാണ് നാദസ്വരം. തകിലിന്റെ പിൻബലത്തോടെ ഈണത്തോടുകൂടിയുള്ള ഗാനം കേൾക്കുമ്പോൾ ഏതൊരാളും ഒന്ന് ശരീരം ചലിപ്പിക്കും. അത്രയും മധുരമേറിയ ഗാനങ്ങളാണ് ചാമിയാരും സംഘവും ആലപിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ കാവശ്ശേരിയിൽ നിന്നും നന്ദിനിവാസിലെ 65കാരനും സംഘവും 14 വർഷമായി തുടർച്ചയായി നാദസ്വരം വായിക്കാനായി ക്ഷേത്രത്തിലെത്തുന്നു. ഈണമുള്ള ശബ്ദത്തിന്റെ ഉടമയാണ് ചാമിയാർ. അതുകൊണ്ട് തന്നെയാണ് ക്ഷേത്ര കമ്മിറ്റിക്കാർ ഇദ്ദേഹത്തെ മുറുകെ പിടിക്കുന്നത്. സംഗതി വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നും മാറുന്ന സിനിമകൾ കാണുകയും അതിൽ നിന്നുള്ള പാട്ടുകൾ ചിട്ടപ്പെടുത്തി വളരെയേറെ പരിശീലനത്തോടെയാണ് അവതരിപ്പിക്കുന്നതെന്നും തമിഴ് ഗാനങ്ങളാണ് ജനങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമെന്നും ചാമിയാർ പറയുന്നു. സഹധർമ്മിണിയും 2 ആൺമക്കളും ഒരു പെൺകുട്ടിയും അടങ്ങുന്നതാണ് ചാമിയാരുടെ കുടുംബം. പൂർണ്ണ പിന്തുണ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടെങ്കിലും ആൺമക്കൾ തന്റെ പാത പിന്തുടരുന്നില്ല എന്നും ചാമിയാർ പറഞ്ഞു. ഏതെങ്കിലും വിശേഷങ്ങളിൽ മാത്രം ലഭ്യമായ തൊഴിലായതുകൊണ്ട് പുതുതലമുറ വരാത്തതെന്നും ചാമിയാർ കൂട്ടിച്ചേർത്തു. കുട്ടികൾക്കൊന്നും താല്പര്യം കാണാനില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരുപാട് കഷ്ടമുണ്ട്. കഷ്ടപ്പെട്ട് പഠിച്ചെടുത്താൽ ഗുണം തന്നെയാണ്. പക്ഷെ അവർക്ക് താല്പര്യം കാണാനില്ല. എന്താണ് ഇപ്പോഴത്തെ പ്രേക്ഷകരോട് പറയാനുള്ളത്? ഈ നാദസ്വരം ഈ സംഗീതം പുരോഗമനത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ട് കുട്ടികളും പുതിയ ജനറേഷൻ ഈ രംഗത്ത് വന്നു കഴിഞ്ഞാൽ വളരെയേറെ ഗുണങ്ങൾ കിട്ടും, നല്ലതുമാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മുള്ളൂർക്കര മണ്ഡലം കുന്ന് ശ്രീ സുബ്രഹ്മണ്യ കോവിലിൽ തൈപ്പൂയ മഹോത്സവം ആഘോഷിച്ചു. ചൊവ്വാഴ്ച രാവിലെ ഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. നാദസ്വരത്തിന്റെയും കാവടിയാട്ടത്തോടും കൂടി നീങ്ങിയ ഘോഷയാത്രയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. വിദ്യാലയങ്ങളിൽ വടി തിരിച്ചു കൊണ്ടുവരണമെന്ന അഭിപ്രായം പരക്കെ നടക്കുന്നുണ്ട്. അധ്യാപകർക്ക് വീണ്ടും വടി കൊടുത്താൽ വിദ്യാഭ്യാസ രംഗം കൂടുതൽ മെച്ചപ്പെടാൻ സാധ്യതയുണ്ടോ? താങ്കളുടെ അഭിപ്രായം എന്ത്? മാറ്റൊലിയിൽ വീണ്ടും വടി തിരിച്ച് കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണ്. അതിനെനിക്ക് തോന്നുന്നത് അധ്യാപകരുടെ കൈകളിലേക്ക് വടി കൊടുത്തത് കൊണ്ട് മാത്രം നമുക്ക് ഒരു മാറ്റം സൃഷ്ടിക്കാനോ അതല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണാനോ കഴിയില്ല. കാരണം പുതിയ കാലത്തെ
മാറ്റങ്ങളുടെ കൂടെയാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സിനിമാ ലോകമാണെന്നുണ്ടെങ്കിലും അതല്ലെങ്കിൽ നമ്മുടെ സമൂഹമാണെന്നുണ്ടെങ്കിലും അത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നൊരു കാര്യം, വടി കൊടുത്തത് കൊണ്ട് വളരെ ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ നിയന്ത്രണത്തിൽ കൊണ്ടുപോകാൻ എങ്കിലും അതിൽ ഉയർന്ന ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അത് പ്രായോഗികമാണ് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അതിനേക്കാൾ അപ്പുറം അധ്യാപകനും കുട്ടികളും അവരുടെ മാതാപിതാക്കളും എല്ലാവരും കൂടി ചേർന്ന് കുട്ടിയുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും അവൻ്റെ മനസ്സിനെക്കുറിച്ചും അവൻ ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി മനസ്സിലാക്കി അത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് ആ കുട്ടിയെ ബോധ്യപ്പെടുത്തുകയും ശരിയാണെങ്കിൽ ആ ശരിയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന നിലപാട് സ്വീകരിച്ചു പോകുമ്പോൾ മാത്രമാണ് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് എന്തെങ്കിലും മാറ്റം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് കഴിയും. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വകാര്യ സ്വാശ്രയ സർവകലാശാല പ്രത്യേക മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തു. ഇനി ബില്ലായി നിയമസഭയിൽ അവതരിപ്പിക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിയന്ത്രണമുള്ള സർവകലാശാലയാകുമെന്നും മന്ത്രി ആർ ബിന്ദു. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU ജില്ലാ കിഴക്കൻ പടിഞ്ഞാറൻ മേഖലാ ജാഥ പര്യടനത്തിന് തുടക്കം. ജാഥ സംഘടിപ്പിച്ചത് കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥം. ജാഥയ്ക്ക് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം. കേരള NGO യൂണിയൻ പട്ടാമ്പി ഏരിയ 62ാം വാർഷിക സമ്മേളനം പട്ടാമ്പിയിൽ. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യം. പകുതി വില തട്ടിപ്പ് സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയും ഒതുക്കി തീർക്കാൻ മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ ഓഫീസ് ശ്രമിക്കുകയാണെന്ന് DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ. തട്ടിപ്പ് നടത്തിയവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നും ആരോപണം. ചിറ്റൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. പത്രിപ്പാല ടൗണിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണണമെന്ന് മുസ്ലിം ലീഗ്. ഇതിനായി ഉടൻ ബൈപ്പാസ് നിർമ്മിക്കണം. പദ്ധതി ഉടൻ പ്രാവർത്തികമാക്കിയില്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ. ആശാ വർക്കർമാരുടെ വേതനം കുറയുന്നതിന് കാരണം ജൂനിയർ പ്രൈമറി നഴ്സുമാരാണെന്ന CITU നേതാവ് ഇളമരം കരീമിന്റെ പ്രസ്താവന നഴ്സുമാരെയും സൂപ്പർവൈസർമാരെയും അവഹേളിക്കലാണെന്ന് കേരള ഗവൺമെന്റ് ജൂനിയർ ഹെൽത്ത് നഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് യൂണിയൻ. ഇളമരം കരീം പ്രസ്താവന പിൻവലിക്കുന്നതുവരെ ആശാവർക്കർമാരുടെ സേവന വേതന കാര്യങ്ങളിൽ നിസ്സഹകരണം തുടരുമെന്നും യൂണിയൻ നേതാക്കൾ. നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നത് ക്വാറി മാഫിയയും സർക്കാരും തമ്മിലുള്ള കൂട്ടുകെട്ടെന്ന് ലെൻസ്ഫെഡ്. നിർമ്മാണ മേഖലയെ സംരക്ഷിക്കുമെന്ന വാഗ്ദാനമായി തന്നെ നിലനിൽക്കുകയാണെന്നും ലെൻസ്ഫെഡ് നേതാക്കൾ. ഫെബ്രുവരി 20 നടക്കുന്ന കലക്ടറേറ്റ് മാർച്ച് വിജയിപ്പിക്കാൻ ഹോട്ടൽ ആൻഡ് കമേഴ്ഷ്യൽ എംപ്ലോയീസ് യൂണിയൻ CITU ജില്ലാ കൺവെൻഷൻ ആഹ്വാനം. 20,000 തൊഴിലാളികളെ യൂണിയനിൽ അംഗങ്ങളാക്കുവാനും തീരുമാനം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.